കുട്ടികളിലും മുതിർന്നവരിലും ഒരേപോലെ കണ്ടുവരുന്ന ഒരു സ്കിൻ ഡിസീസാണ് എക്ടോപിക് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ കരപ്പൻ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അസുഖം നമുക്ക് ഉണ്ടാവുന്നത്? ഇതിൽ നമ്മളെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? അമിതമായിട്ടുള്ള ചൊറിച്ചിലും അതുപോലെ ഇങ്ങനെ റാഷസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചെറിയ ചെറിയ ഹോം ടിപ്സ്, അതായത് ഹോം റെമഡീസും എന്താണ് നമുക്ക് നോക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ അക്ഷര, ഭൂമി വെൽനസ് ക്ലിനിക്കിലെ ആയുർവേദ കൺസൾട്ടൻ്റ് ആണ്. ഈ കരപ്പൻ അല്ലെങ്കിൽ ഈ എക്ടോപിക് ഡെർമറ്റൈറ്റിസ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ജനിച്ചിട്ട് 1 മാസം പ്രായമുള്ള കുട്ടികൾ മുതൽ മുതിർന്ന ആളുകളിൽ വരെ ഇത് കാണുന്നുണ്ട്. ഇതിൻ്റെ കാരണം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾക്കും ജനറ്റിക് ആയിട്ടുള്ള ഒരു റീസൺ കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്. അതായത് നമ്മുടെ സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള ഈ മോയ്സ്ചർ കണ്ടന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ജീനാണ് ഫില്ലാഗ്രിൻ എന്ന് പറഞ്ഞിട്ടുള്ള. ഈ ഫില്ലാഗ്രിൻ ജീനിന് എന്തുണ്ടാവും? മ്യൂട്ടേഷൻ സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും? നമ്മുടെ ശരീരത്തിലെ നമുക്ക് ആവശ്യമുള്ള മോയ്സ്ചർ കണ്ടന്റ്, ഈർപ്പം കൂടെ ഇവിടെ നഷ്ടപ്പെട്ടിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ തൊലി അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് മാറും. അപ്പോൾ ഈ ഡ്രൈനെസ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും? നമുക്ക് അമിതമായിട്ടുള്ള ചൊറിച്ചിലും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതുപോലെ സ്കിന്നിൽ ലീഷൻസ് ഉണ്ടാവും. ഇങ്ങനെ ഈ എക്ടോപിക് ഡെർമറ്റൈറ്റിസ് ഉള്ള ആളുകളുടെ ഒരു ഫാമിലി ഹിസ്റ്ററി എടുത്ത് നോക്കുക, അല്ലെങ്കിൽ അവരുടെ തന്നെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു അലർജിക് മാനിഫെസ്റ്റേഷൻസ് കൂടുതലായിരിക്കും. അതായത് ആസ്മ പോലെ, അതായത് ശ്വാസവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും അസുഖമുള്ള ആളുകളായിരിക്കും. ഒന്നുകിൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് അലർജിക് ആയിട്ടുള്ള ഈ കാലത്ത് എണീക്കുമ്പോഴുള്ള തുമ്മൽ, ചൊറിച്ചിൽ, കണ്ണ് ചൊറിയുക, മൂക്ക് ചൊറിയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അലർജിക് റൈനൈറ്റിസിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ആസ്മ പോലുള്ള എന്തെങ്കിലും ഒരു അസുഖം ഇങ്ങനെയുള്ള ആളുകളുടെ ഫാമിലിയിലുള്ള അച്ഛനമ്മമാർക്കോ അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് തന്നെ ഉണ്ടാവാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ജീനിന് മ്യൂട്ടേഷൻ സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ ഉണ്ടാവുക എന്ന്. അപ്പോൾ അത് ഒരിക്കൽ മ്യൂട്ടേഷൻ സംഭവിച്ചാൽ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഉണ്ടാവും. എന്നാലും ഇത് ചില ടൈമിൽ മാത്രമായിരിക്കും ആളുകൾക്ക് ഇത് പൊന്തി വരുന്നുണ്ടായിരിക്കുക. ചില സമയത്ത് ആളുകൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഈ ഒരു കരപ്പൻ കൊണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുള്ള ജീനുകളിനെ ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫാക്ടർ നമ്മുടെ ശരീരത്തിലോട്ട് വരുമ്പോഴാണ് ഇത് പെട്ടെന്ന് തന്നെ എന്തുണ്ടാവുക? ചൊറിച്ചിലുണ്ടാക്കുന്നതും പെട്ടെന്ന് തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നതൊക്കെ ആയിട്ട് വരിക. അപ്പം അങ്ങനെയുള്ള ട്രിഗറിങ് ഫാക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ നമ്മുടെ തണുപ്പ് കൂടുതലുള്ള ക്ലൈമറ്റ്, കോൾഡ് കൂടുതലുള്ള ക്ലൈമറ്റിൽ വരാം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡിറ്റർജൻറ്റോ അല്ലെങ്കിൽ നമുക്ക് പറ്റാത്ത എന്തെങ്കിലും ഹാർഷായിട്ടുള്ള സോപ്പോ കാര്യങ്ങളോ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോണ്ടാക്റ്റ് കൊണ്ട് വരുന്നതാവാം. അല്ലെങ്കിൽ പിന്നീടുള്ളൊരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് അലർജി കൊണ്ട് നമുക്ക് ഇതുപോലെ വരാം. ഇമ്മ്യൂണിറ്റി, അതായത് രോഗപ്രതിരോധ ശേഷി വളരെ കുറയുന്നതിൻ്റെ ഭാഗമായിട്ടും ഇതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഈ എക്ടോപിക് ഡെർമറ്റൈറ്റിസ് കൂടുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ട് മാറും. എന്നിട്ട് നമുക്ക് ചൊറിച്ചിലും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അവിടെ ചെറിയ ചെറിയ കുരുക്കൾ പോലെ ഉണ്ടാവും. ചില ആളുകളിൽ ഇതിൽ ഊസിങ് ഉണ്ടാവും, അതായത് പൊട്ടി ഒലിക്കുന്നുണ്ടാവും. ചില ആളുകളിൽ ഇത് പൊട്ടി ഒലിക്കാതെ തന്നെ എന്തുണ്ടാവും? ഭയങ്കര കട്ടിയായിട്ട് സ്കിന്ന് മാറുകയും ചെയ്യും. ഇതിങ്ങനെ പൊളിഞ്ഞു പോകുന്നുണ്ടാവും. ചില ആളുകൾക്ക് പൊളിഞ്ഞു പോകും, ചില ആളുകൾക്ക് പൊളിഞ്ഞു പോകുന്നുണ്ടാവില്ല. അപ്പോൾ ഇതിങ്ങനെ കുരുക്കൾ പോലെ ആയിട്ട് എന്തുണ്ടാവും? നമ്മൾ ചൊറിയുന്നതിനനുസരിച്ചിട്ട് ഇതിൽ വ്രണവും കാര്യങ്ങളൊക്കെ വന്ന് ചെറിയ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കായിട്ട് സ്പ്രെഡ് ചെയ്യുന്നതാണ് കാണുന്നത്. ഇനി ഇത് ശരീരത്തിൻ്റെ ഏത് ഭാഗങ്ങളിലാണ് കൂടുതലായി കണ്ടുവരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ഫേസിൽ, ചീക്സിൻ്റെ അവിടെ ആയിരിക്കും. അതുപോലെ തന്നെ നെക്ക്, പിന്നെ നമ്മുടെ ഫ്ലെക്സർ ഏരിയ ആയിട്ടുള്ള നീസിൻ്റെയും അതുപോലെ തന്നെ എൽബോ, കൈമുട്ടിൻ്റെയൊക്കെ ഫ്ലെക്സർ ഏരിയകളിൽ വരും. അതുപോലെ നമ്മുടെ കാൽമുട്ടിൻ്റെയൊക്കെ ബാക്ക് വശല്ലേ, അതിൻ്റെ ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത്. ഇനി ഇതിൻ്റെ ചികിത്സ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ കാരണമാവുന്ന തരത്തിൽ, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ജനറ്റിക് ആയിട്ടാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. പക്ഷേ ആ ഒരു ജീനിനെ അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, ട്രിഗർ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ആയിട്ട് നമ്മൾ എക്സ്പോഷർ ഉണ്ടാവാതിരിക്കുക. അതായത് ഇപ്പോൾ പൊടി അലർജിയുള്ള ആളുകളാണെങ്കിൽ പൊടി തട്ടിക്കാതിരിക്കുക. അതുപോലെ ഡിറ്റർജൻറ്റുകൾ അല്ലെങ്കിൽ സോപ്പുകളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുക. വേറെ നമുക്ക് പറ്റുന്ന തരത്തിലുള്ള മൈൽഡായിട്ടുള്ള
എന്താ പറയുക സോപ്പൊക്കെ യൂസ് ചെയ്യുക വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഫുഡ് അലർജി ഉള്ള ആളുകളാണെങ്കിൽ അങ്ങനത്തെ ഭക്ഷണം കഴിക്കാതിരിക്കുക. അങ്ങനെ എന്താണോ നമ്മളെ ഇതിനെ ട്രിഗർ ചെയ്യുന്ന കാരണങ്ങൾ അതിൽ നിന്ന് നമ്മൾ ഒഴിവായി മാറുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അത് ആ ആളുകളെ മാനസികമായിട്ടും ഭയങ്കരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. മഞ്ഞൾ എന്താ ചെയ്യുക, നമുക്ക് ഈ ചൂടുവെള്ളത്തിലൊക്കെ കലക്കിയിട്ട് 1 ടീസ്പൂണ് മഞ്ഞൾ നമുക്ക് ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. അതേപോലെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഹോം റെമഡിയാണ് ആര്യവേപ്പിൻ്റെ ഇല എടുത്തിട്ട് നല്ല പേസ്റ്റ് ആക്കുക. അതിൽ പച്ചമഞ്ഞളും കൂടെ അരച്ചിട്ട് അത് നമ്മുടെ ഈ എന്താ പറയുക ഇച്ചിങ് ഉള്ള ഏരിയയിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇനി നല്ല രീതിക്ക് ചൊറിച്ചിലുണ്ട്, നല്ല ഡ്രൈനെസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അലോവേരൻ്റെ ജെല്ല് നമുക്ക് അവിടെ തേച്ച് കൊടുക്കുന്നതും എന്തുണ്ടാക്കും, നല്ല ഒരു എന്താ പറയുക കൂളിംഗ് എഫക്റ്റും അതേപോലെ തന്നെ ഈ ഇച്ചിങ്ങിനെ കുറയ്ക്കാനും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചൊറിഞ്ഞിട്ട് അമിതമായിട്ട് ഇങ്ങനെ വ്രണം അല്ലെങ്കിൽ മുറിവുകൾ പോലെ ഉണ്ടായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഹണി പുരട്ടി കൊടുക്കുന്നത്, തേൻ പുരട്ടി കൊടുക്കുന്നതും വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ഇത് അമിതമായിട്ട് ഡ്രൈനെസ് വന്നിട്ടാണ് നമുക്ക് ഈ ഒരു അസുഖം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം കുടിക്കുന്നതും വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അപ്പം നമ്മുടെ ശരീരത്തിൽ കുറച്ചും കൂടെ മോയ്സ്ചർ കണ്ടന്റ് നമുക്ക് നിലനിർത്താൻ സാധിക്കും. ഇനി ഇതിൽ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എന്താ പറയുക സമ്മർ സീസൺ വേനൽക്കാലത്തൊക്കെ കൂടുതലും ലൂസായിട്ടുള്ള അല്ലെങ്കിൽ കോട്ടൻ്റെ ഡ്രസ്സുകളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അമിതമായിട്ട് സ്വെറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. ഈ പറഞ്ഞ ഹോം റെമഡീസ് മാത്രം കൊണ്ട് നമുക്ക് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടാക്കാൻ സാധിക്കില്ല. ഉള്ളിലോട്ട് കുറച്ച് മെഡിക്കേഷൻസും കാര്യങ്ങളും കൂടെ ചെല്ലുമ്പോഴാണ് ഇത് നമുക്ക് പ്രോപ്പറായിട്ട് ഇതിനെ നമുക്ക് ക്യൂർ ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അത് പിന്നീടും എന്താ ചെയ്യുക റിക്കറൻ്റ് ആയിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഹോം റെമഡി നമുക്ക് കൂടുതലും ആ ഒരു ടൈമിലുള്ള ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു നല്ല ഹെൽത്തി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.